ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സദ്യ സ്റ്റൈൽ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടിയാണ് പറയണത്. വീട്ടിൽ ഏകദേശം 250-300 ആൾക്കൊക്കെയുള്ള സദ്യ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞങ്ങൾ ചെയ്യാറുള്ള ടിപ്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു അളവാണ് പറയുന്നത്. ഏകദേശം 15 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് പറയണത് കേട്ടോ. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് പരിപ്പ് 1/4 കിലോ പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 2-3 വട്ടം നന്നായി കഴുകി വൃത്തിയാക്കി. കപ്പ് അളവാണെങ്കിൽ ഒരു കപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു പിടിയും കൂടെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പരിപ്പ് ഈ സാമ്പാറിൽ അധികമായിട്ട് കഷ്ണങ്ങളൊന്നും ചേർക്കണില്ല, സാമ്പാർ കഷ്ണങ്ങളൊന്നും ചേർക്കണില്ല. അപ്പോൾ കട്ടി കിട്ടാനായിട്ട് കുറച്ച് പരിപ്പ് കൂടുതൽ തന്നെ ചേർക്കണം. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള, പിന്നെ ഈ സമയം കുറച്ച് മല്ലിയില, അധികമായിട്ട് കുറച്ച് മല്ലിയില ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക മണമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ 2 സവാള ഇങ്ങനെ വലുതാക്കി അരിഞ്ഞ് ഒപ്പം തന്നെ മല്ലിയിലയും കൂടെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഏകദേശം 1-1.5 കപ്പോളം വെള്ളം ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ കഷ്ണത്തിന് ആവശ്യമായിട്ട് നമ്മൾ മത്തങ്ങ മാത്രമാണ് എടുത്തേക്കുന്നത്. 1/4 കിലോ മത്തങ്ങ മാത്രം മതി, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കഷ്ണങ്ങളും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് 2-3 ഫിസിലടിച്ച് നന്നായി ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ആയി കിട്ടണം. ഒരു 3 ഫിസിലടിച്ചോട്ടെ, അപ്പോൾ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിൻ്റെ കൂട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ സാമ്പാറിലേക്ക് ആവശ്യമായിട്ട് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ 8 വെണ്ടയ്ക്ക ഇതുപോലെ 2 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. പിന്നെ ഒരു വലിയ മുരിങ്ങക്കായ എന്തായാലും നമുക്ക് സാമ്പാറിൽ ചേർക്കണം. നിങ്ങൾക്ക് സദ്യ സ്റ്റൈൽ സാമ്പാർ കിട്ടണം എങ്കിൽ എന്തായാലും മുരിങ്ങക്കായ ഒന്നെങ്കിലും ചേർക്കണം. മുരിങ്ങക്കായുടെ മണം എന്തായാലും നമ്മുടെ സാമ്പാറിൽ മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ മുരിങ്ങക്കായ ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു 1/4 സ്പൂണോളം ഉലുവ ചേർക്കാനായിട്ട് മറക്കരുത്. ഈ സമയത്ത് എന്തായാലും ഉലുവ ചേർക്കണം. അത് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ മുരിങ്ങക്കായ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അധികം സമയമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ വെണ്ടക്കായും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വാടണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട. മുരിങ്ങക്കായുടെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറും. അപ്പോൾ നമ്മുടെ വെണ്ടക്കായ ചേർത്ത് കൊടുക്കുക. വെണ്ടക്കായുടെ കളറും ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികളായിട്ട് മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ടേബിൾ സ്പൂണല്ല സ്പൂണാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത്രയും കൂടെ നമ്മുടെ ഈ വെണ്ടക്കയുടെ കൂട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ സാമ്പാർ പൊടി 2.5 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഈ പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ഒരു മണം, ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും സദ്യ സ്റ്റൈൽ സാമ്പാർ കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി മൂത്ത് കിട്ടും പൊടി കേട്ടോ. കരിഞ്ഞു പോരുത്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. മൂത്ത് വരുന്ന സമയത്ത് ഒരു നല്ലൊരു മണം വരാനായിട്ടുണ്ട്, നല്ലൊരു സ്മെല്ല് വരും. കണ്ടില്ലേ, ഏകദേശം ഇതുപോലെ ആയി കിട്ടണം. അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി കട്ടിയിൽ പിഴിഞ്ഞെടുക്കുക. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയം തീ നന്നായി കുറച്ച് വെക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഒപ്പം തന്നെ 1.5 കപ്പോളം വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ മുരിങ്ങക്കായ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഈ സമയം മുരിങ്ങക്കായ അധികമായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മുരിങ്ങക്കായും വെണ്ടക്കായും ഒക്കെ നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ധാരാളമായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ടൈമിൽ നന്നായി മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില എത്രയും കൂടിയോ അത്രയും മണവും അത്രയും ടേസ്റ്റാണ് നമ്മളെ സാമ്പാറിന് ഉണ്ടാവുക. അപ്പോൾ മല്ലിയില, മുരിങ്ങക്കായ ഇതൊന്നും നമ്മളെ സാമ്പാറിൽ മിസ് ചെയ്യരുത് കേട്ടോ. മുരിങ്ങക്കായ വെന്തെന്ന് ഉറപ്പായതിന് ശേഷം നമ്മുടെ പരിപ്പ്, മത്തങ്ങ ഒക്കെ വേവിച്ച് വെച്ചിട്ടില്ല, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം വറ്റി വരുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ പരിപ്പിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുക്കറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല. ഇനി നന്നായി തിളപ്പിച്ചെടുക്കുക. വെള്ളം കുറവുണ്ട് എങ്കിൽ, നല്ല കട്ടിയുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ സമയത്താണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി ഒന്ന് തിളച്ച് വരണം. സാമ്പാർ എത്രയോ തിളയ്ക്കുന്നത് അത്രയും നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. എല്ലാം കൂടി ഒന്ന് യോജിക്കണം. അപ്പോഴാണ് നല്ല സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ സമയത്ത് നമ്മൾ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കട്ടിക്കായാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ
പരിപ്പ് മത്തങ്ങയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടില്ലേ അതിൻ്റെ ഒപ്പം കഷ്ണം കായം ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാറിൻ്റെ ലാസ്റ്റായിട്ട് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഇത് കൂട്ടി ചോറുണ്ട് കഴിഞ്ഞാൽ എത്രയും നമുക്ക് മടുക്കില്ല, അത്രയും ടേസ്റ്റുള്ള സാമ്പാറാണ്. ടിപ്സ് ഒന്നും മറക്കണ്ട. ആദ്യം പരിപ്പ് വേവിക്കാനായി വെക്കുമ്പോൾ 2 സവാള ഒപ്പം തന്നെ മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ഇട്ട് കൊടുത്താൽ സാമ്പാറിന് പ്രത്യേക ഒരു മണമാണ്. പിന്നെ സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടതിന് ശേഷം നന്നായി മൂപ്പിച്ചെടുക്കുക. കളറൊന്നും മാറി കിട്ടുന്ന വരെ മൂപ്പിച്ചെടുക്കുക. അപ്പോഴും നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റുള്ള സാമ്പാറായി മാറും. പിന്നെ കടുക് വറുക്കുമ്പോൾ പ്രത്യേകിച്ച് ഉലുവ ചേർക്കാനായിട്ട് മറക്കരുത്. പിന്നെ സാമ്പാർ കുറച്ചധികം സമയം നമ്മൾ തിളപ്പിച്ചെടുക്കുക തന്നെ വേണം. അപ്പോഴാണ് നമ്മുടെ സാമ്പാറിന് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉള്ളൂ. അതുപോലെ തന്നെ മുരിങ്ങക്കായ വിട്ട് പോവരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താലായിട്ട് അടിപൊളി സാമ്പാർ കിട്ടും. അപ്പോൾ അവസാനമായിട്ട് ഒരു കുഞ്ഞ് കഷ്ണം ശർക്കരയും കൂടി ചേർക്കാനായിട്ട് മറക്കരുത്. ഞാനിത് വീണ്ടും എടുത്ത് പറയുന്നത്, ഓരോ ടിപ്സും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കറക്റ്റ് ടേസ്റ്റ് സാമ്പാറിന് കിട്ടില്ല, മണവും കിട്ടില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും കഴിച്ചവർ ചോദിക്കും എങ്ങനെയാണ് ഈ സാമ്പാർ വെച്ചത്, എങ്ങനെയാണിതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ബൈ ബൈ.